എന്താണ് ഈ ഗ്ലാമറിന്റെ രഹസ്യം? പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. എന്നും ചിരിച്ചു മാത്രം നിൽക്കുന്നതിന്റെ രഹസ്യം എന്താണ്? പ്രിയപ്പെട്ടവന്റെ അകമൈന്റെ സപ്പോർട്ടാണോ? വീഡിയോയിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ കാണാറില്ലല്ലോ, നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിൽ താല്പര്യമില്ലേ? ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഒരു Q&A വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മളൊരു Q&A സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്ക് കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നീണ്ടു നിരന്ന് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓരോരുത്തരുടേതായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് വൺ, ഹാസ് ഗോയിങ് ടു ദ മെറ്റേണിറ്റി കെയർ ഇംപ്രൂവ്ഡ് യുവർ ഹെൽത്ത്, അബൌട്ട് യുവർ ഫാമിലി, ജോബ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, സിസ് ജോബ് ചെയ്യുന്നുണ്ടോ, ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ നെയിം ആൻഡ് ഏജ്. ഇത് സ്നേഹ മാധവാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ, നമ്മളെ നെയിം, ഏജ്, അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഒക്കെ പറയാം. എൻ്റെ പേര് സഫ്ന, 28 ആണ്. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്? ക്വാളിഫിക്കേഷൻ +2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്തു. പിന്നെ DMTTC ആണ് എടുത്തിട്ടുള്ളത്. ജോബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എന്നെ കുറിച്ചിട്ടുള്ളത്. പിന്നെ അബൌട്ട് യുവർ ഫാമിലി എന്ന് ചോദിക്കുമ്പോൾ മാരീഡ് ആണ്. 2 മക്കളുണ്ട്. ഒരാള് ഇത് പേര് പറഞ്ഞു കൊടുക്ക്. എന്റെ പേര് ഫാത്തിമ നസ്ലിൻ. എത്രയിലാ പഠിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്ക്. ഇനി ഞാൻ 3-ലോട്ടാണ്. HMS APS സ്കൂളിലാണ് ഞാൻ. ഓക്കെ, ശരി. അപ്പോൾ വേറെ ഒരാൾ, ചെറിയൊരാളുണ്ട്, ആൾ ഉറങ്ങാണ്. ഇത് എന്റെ സിസ്റ്റർ ആണ്. സോ പരിചയപ്പെടുത്തി തരും, പറഞ്ഞു. എന്റെ പേര് ഷംന, എനിക്കൊരു മോളാണുള്ളത്. പേര് പറഞ്ഞു. പേര് ഷെൻസ മെഹബിൻ എന്നാണ് പേര്. എനിക്ക് 25 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ +2 ആണ്. പിന്നെ ഇവള് LKG-യില്. ഇത്തവണ ആദ്യമായിട്ടാണ് കേട്ടോ സ്കൂളിൽ ചേർത്തിട്ടുള്ളത്. സ്കൂൾ ഏതാ പറഞ്ഞു കൊടുക്ക്? LKG ആണ്. സ്കൂൾ ഏതാ പറഞ്ഞു കൊടുക്ക്? സ്കൂളിന്റെ പേര് കാവനൂർ മജ്മ സ്കൂൾ. മജ്മ സ്കൂൾ. ഓക്കെ. അബൌട്ട് യുവർ ഫാമിലി എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിലുള്ളത്, ഞങ്ങളിപ്പോൾ അധികം ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കല് ചുരുക്കി പറഞ്ഞാല്. അപ്പൊ വീട്ടിലുള്ളത് ഉപ്പുണ്ട്, പിന്നെ അനിയനുണ്ട്, അനിയത്തിയുണ്ട്, ഞാനുണ്ട്, ഞങ്ങളെ മക്കളുണ്ട്, ധാരാളം. ഇത്രയും കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, ജോബ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തൽക്കാലം കണ്ടിന്യൂ ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ല. കാരണം ബേബിയൊക്കെ ഒന്ന് സെറ്റായി ആളൊന്ന് ഉഷാറായി വരട്ടെ. എന്തായാലും ആൾക്കൊരു 2-3 വയസ്സാവാണ്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. സോ തൽക്കാലം ഒരു ലോങ് ബ്രേക്ക് എടുത്ത് നിൽക്കുവാണ്. ഇനി അടുത്തത്, സിസ് ജോബ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞോ. ഞാൻ ജോബൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഹൗസ് വൈഫാണ്. വലിയൊരു ജോലിയാണ്, ഒരു ഭാരം പിടിച്ച ജോലി തന്നെയാണത്. ദെൻ നെക്സ്റ്റ് വൺ, ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ നെയിം, ഏജ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ഫസ്റ്റ് വൺ, ഇതിലൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതും കൂടെ സ്നേഹ മാധവിന്റെ ആൻസർ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഹാസ് ഗോയിങ് ടു ദ മെറ്റേണിറ്റി കെയർ ഇംപ്രൂവ്ഡ് യുവർ ഹെൽത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടിപൊളിയാണ്, സെറ്റാണ്. ഞാൻ ഓൾറെഡി അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടുന്ന് വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് വീണ്ടും ഒരു പ്രസവരക്ഷന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. അതന്നെ ധാരാളം. ഇനി അടുത്തത്, ഹായ് ബേബി നെയിം എന്ന് ചോദിച്ചിട്ടുണ്ട്. തെൻസിയാസ്ലു എസിൻ ഐബക് എന്നാണ് ബേബിയുടെ പേര്. ആളെ വീട്ടില് ഐബുട്ടൻ എന്നാണ് വിളിക്കണത് കേട്ടോ. ഇനി അടുത്തത്, സെമി ചോദിച്ചിട്ടുണ്ട്, യുവർ ഫേവറേറ്റ് കസിൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ചോദിച്ചത് ഞങ്ങളെ കസിൻ ആയിട്ടുള്ള കുരുപ്പാണ്. അവളെ തന്നെയാണ് ഞങ്ങളെ ഫേവറേറ്റ് കസിൻ കേട്ടോ. വേറെ ഒരുപാട് കസിൻസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ എന്നാലും എല്ലാത്തിലും നമുക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാവില്ലേ. അപ്പൊ ഞങ്ങളെ ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്റെ അപ്പച്ചിന്റെ 2 പെങ്ങന്മാർ, 4 മക്കളുണ്ട്. അങ്ങനെയാണ് ഞങ്ങളെ ഫേവറേറ്റ് കസിൻ കേട്ടോ. ഇനി അടുത്തത്, എന്താണ് ഈ ഗ്ലാമറിന്റെ രഹസ്യം? പറയും. കണക്കും കയ്യൊന്നും ഇല്ലാതെ അതന്നെയാണ് ഗ്ലാമറിന്റെ രഹസ്യം. അതായത് നമ്മളെ തടിയാണെന്ന് സ്വയം ഒന്നും നോക്കണില്ല, അങ്ങോട്ട് കഴിക്കന്നെ, അത്രേ ഉള്ളൂ. അതന്നെയാണ് അതിന്റെ രഹസ്യം കേട്ടോ. ഇനി അടുത്തത്, മുബഷിറ റീഷ് ചോദിച്ചിട്ടുണ്ട്, എന്നും ചിരിച്ചു മാത്രം നിൽക്കുന്നതിന്റെ രഹസ്യം എന്താണ്? പ്രിയപ്പെട്ടവന്റെ അകമഴിന് സപ്പോർട്ടാണോ? അൽഹംദുലില്ലാ, സെറ്റാണ് കേട്ടോ. അതൊക്കെ തന്നെയാണ്. ആളുടെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരില്ലല്ലോ. ഇവളുടെ ഹസ്ബൻഡും സപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയല്ല അവളും ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ആരും പെർമിഷനോ സപ്പോർട്ടോ ഒന്നും ഇല്ലാണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയന്റെ മുന്നിൽ വന്നിട്ട് ഇരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. അതിനൊന്നുള്ള അത്രത്തോടുള്ള ഒരു ഇതൊന്നും നമുക്കില്ല.
എന്തായാലും അൽഹംദുലില്ലാ ഇപ്പോഴൊക്കെ പഠിച്ചോന്നെത്തിച്ച് ഫുൾ സപ്പോർട്ട് തന്നെയാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് എത്ര വയസ്സായി, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ അല്ലേ, രണ്ടാളുടെ ഏജ് പറഞ്ഞ്. ഇനി അടുത്തത് പല പ്രതിസന്ധിയെയും മറികടന്ന് ചിരിച്ചുകൊണ്ട് ബോൾഡായി നിൽക്കുന്നു. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇനിയും നേടിയെടുക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? ആഗ്രഹിച്ച് നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടും കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഫർസീന ഫൈസൽ ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അത് ഈ പറഞ്ഞ ആൻസർ പറഞ്ഞു. എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാത്തതുണ്ടോ? അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഓക്കെ, എനിക്കുണ്ട്, ചെറുതായിട്ടുണ്ട്. എനിക്കൊരു ജേർണലിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. അതിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അത് എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി പറ്റുമെന്ന് തോന്നണമില്ല, അത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ. എനിക്ക് ഇല്ല എന്നല്ല പറഞ്ഞ് ഒന്നുമില്ല അല്ലെ? ഓക്കെ, നമ്മള് സെറ്റാണ്. അപ്പൊ രണ്ടാൾക്കും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളില്ല. ഞാൻ പറഞ്ഞ ആ ഒരു ആഗ്രഹം മാത്രമേ തന്നെ ഉള്ളൂ. ബാക്കി പഠിച്ചോന്നെത്തിച്ചിട്ട് ഈ ഒരു നേരം വരെ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കല്യാണത്തിന്റെ മുന്നാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാലും എന്തായാലും അല്ലെ, എന്ത് സാധനമായാലും നമുക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കല്യാണത്തിന് ശേഷമായാലും അൽഹംദുലില്ലാ അതിലൊന്നും ഒരു കുറവുമില്ല. അടുത്തത്, ഹൗ ഈസ് ലൈഫ് ഗോയിങ് ആഫ്റ്റർ ന്യൂ ബേബി? ഇപ്പോഴൊക്കെ ഓക്കെയാണ്. അപ്പൊ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ആക്കാനൊക്കെ ആളുണ്ട്. കരയാണെന്നുണ്ടെങ്കിൽ മാറി എടുക്കാനായാലും രാത്രി ആയാലും പകലായാലും. പിന്നെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എടുക്കാം, ഇവളെന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് എടുക്കാം. അപ്പൊ തൽക്കാലം ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് നോക്കുന്നത്. ഇനി അങ്ങോട്ട് എന്താന്ന് അറിയില്ല. അപ്പൊ ഓക്കെ, അൽഹംദുലില്ലാ എന്തായാലും ഓക്കെയാണ്. ബേബി വന്നിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ മൊത്തത്തില് എന്താ പറയാ നല്ലൊരു വൈബാണ്. അടുത്തത് ആവണി അനീഷ്മ ചോദിച്ചിട്ടുണ്ട്, വീട് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ വീട് മഞ്ചേരി പുല്ലൂരാണ് ഞങ്ങളെ വീടുള്ളത്. എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് ആനക്കയത്തോട്ട്, അത് മഞ്ചേരി തന്നെയാണ് ആനക്കയം. എന്നെ കല്യാണം കഴിച്ചത് പന്നിപ്പറമ്പുമാണ്, അതും എടവണ്ണ പറമ്പാണ്. അടുത്തത് സിനിയ കബീർ ചോദിച്ചിട്ടുണ്ട്, എവിടെയാ വർക്ക് ചെയ്തിരുന്നത്, മെറ്റേണിറ്റി ലീവിലാണോ, ആൻഡ് പ്ലീസ് ഷെയർ യുവർ വർക്ക് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മഞ്ചേരി തന്നെയാണ്, വാഴപ്പാർപ്പടി ഹാബിറ്ററ്റ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മെറ്റേണിറ്റി ലീവിലാണോ, മെറ്റേണിറ്റി ലീവ് എന്ന് ചോദിച്ചാൽ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുമ്പോൾ 6 month ഒക്കെ അല്ലേ, 6 മാസമൊക്കെ വരിക. അത്രയൊന്നുമില്ല, അത് അതിലേറെ ലീവ് എടുത്തിട്ടുണ്ട് ഞാനൊരു ലോങ് ബ്രേക്കിലാണ് കേട്ടോ. പിന്നെ ആൻഡ് പ്ലീസ് ഷെയർ യുവർ വർക്ക് എക്സ്പീരിയൻസ് അൽഹംദുലില്ലാ സൂപ്പറാണ്. ഞാനിത് മൊത്തം 3ാമത്തെ സ്കൂളാണ് തോന്നുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായിട്ടുള്ളൂ. പക്ഷേ സ്കൂൾ വന്നിട്ട് 3ാമത്തെ സ്കൂളാണ്. ആദ്യം മഞ്ഞപ്പറ്റ ICS സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. 2 year ഗവൺമെന്റ് സ്കൂളിൽ ആനക്കയം സ്കൂളിലായിരുന്നു. ആൻഡ് ഇപ്പോൾ ഞാൻ ഇതുവരെ ലാസ്റ്റ് വരെ വർക്ക് ചെയ്തിരുന്നത് ഹാബിറ്ററ്റ് ഇന്റർനാഷണൽ സ്കൂൾ വാഴപ്പാർപ്പടി. അവിടെ ഞാൻ ഒരു 8ാം മാസമൊക്കെ ആയപ്പോഴല്ലേ നിർത്തിയത് അല്ലേ. ആ ഒരു 8 month വരെ, നമ്മളെ ചെക്കനെ 8 month വരെ പ്രഗ്നന്റ് ആയ സമയം തൊട്ട് ലാസ്റ്റ് വരെ പോയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, ഓക്കെയാണ്. ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് കേട്ടോ, എല്ലാത്തിനായാലും. അടുത്തത് ഫാത്തിയാണ് ചോദിച്ചിട്ടുള്ളത്. ഹായ്, ഞാൻ ഫാത്തിമ. വീഡിയോയിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ കാണാറില്ലല്ലോ, നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിൽ താല്പര്യമില്ലേ? അനിയത്തിയുടെ ഹോം ടൂർ കണ്ടിരുന്നു, വീട് സൂപ്പർ ആയിട്ടുണ്ട്. രണ്ടുപേരുടെയും ഹസ്ബൻഡ്, ഫാമിലി, ജോബ്. അപ്പോൾ വീഡിയോയില് നിങ്ങളുടെ ഹസ്ബൻഡിനെ കാണാറില്ലല്ലോ എന്നാ ചോദിച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞ ആൻസർ പറഞ്ഞു. എന്റെ ഹസ്ബൻഡിനെ എന്തുകൊണ്ടാണ് കാണാറില്ല? എവിടെ വർക്ക് ചെയ്യുന്നത്? സൗദിയിലാണ്. പോയിട്ടിപ്പോ ഏകദേശം ഒരു 9 മാസം പോലെ ആയി. അപ്പോ എന്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടോ ചോദിച്ചാലുണ്ട്, എന്നല്ല. അതാണ് അവസ്ഥ കേട്ടോ. ആള് വരാത്ത വീടൊന്നുമില്ല. വെച്ചാല് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവേ. പിന്നെ താല്പര്യം ഇല്ലെന്ന് ചോദിച്ചാല് അങ്ങനെ കുഴപ്പമില്ലാതില്ല. എന്നാ കുറച്ചൊക്കെ കുഴപ്പമുണ്ടായിരുന്നു. എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് കേട്ടോ. മര്യാദക്ക് ഇരുന്നിട്ട് വീഡിയോ ചെയ്യുവാണെങ്കിൽ എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ്, ഫാമിലി, ജോബ്. ഹസ്ബൻഡിന്റെ ഫാമിലി ഞാൻ പറഞ്ഞു, എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് ആനക്കയത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉപ്പ, ഉമ്മ, പിന്നെ അനിയന്, നാത്തൂന്, ഒരു സിസ്റ്ററിലോ ഉണ്ട്, പിന്നെ അനിയനും ഉണ്ട് കേട്ടോ. അനിയനുണ്ട്, അതേപോലെ തന്നെ അനിയന്റെ വൈഫും കുട്ടികളും അതുകൊണ്ട്. ഓക്കെ, അത്രയൊക്കെയാണ് ഉള്ളത്. വീട് ഞാൻ പറഞ്ഞല്ലോ ആനക്കയാണ് എന്ന് പറഞ്ഞ്. പിന്നെ ജോബ് വന്നിട്ട്, ഹസ്ബൻഡിന്റെ ജോബ് വന്നിട്ട് ആള് ഡ്രൈവറാണ്, ലോറി ഡ്രൈവറാണ്. പിന്നെ അടുത്തത് എന്റെ ഹസ്ബൻഡിന്റെ ജോബ് പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെയും ഏജ്, ക്വാളിഫിക്കേഷൻ, ഹസ്ബൻഡ് നമ്മൾ പറഞ്ഞില്ലേ, അത് ഓൾറെഡി വേറെ ഒരാൾ ചോദിച്ചതേ, നമ്മളെ ഓൾറെഡി ആൻസർ ചെയ്ത കാര്യമാണ്. അടുത്തത് കുഞ്ഞാപ്പിന്റെ വർത്താനം എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പിന്റെ വർത്താനം അൽഹംദുലില്ലാ സൂപ്പറാണ്,
സുഖം സുന്ദരം. കാരണം ഒന്നും അറിയണ്ട അല്ലെ, നിന്നാ കുടിക്കുക ഉറങ്ങുക അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മളിതെല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ നമ്മൾ വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ല. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നറിയില്ല, ഞങ്ങളത് എത്രത്തോളം അവതരിപ്പിച്ചു എന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇൻഷാല്ലാ നമ്മൾ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.